ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കിരണിനോട് പറഞ്ഞില്ലേ? ഇതെല്ലാം കേട്ടിട്ട് കിരൺ എന്താ തോന്നുന്നത്? മുത്തശ്ശി പറഞ്ഞതില് പകുതി വിവരങ്ങളല്ലേ ഉള്ളൂ. ബാക്കി കൂടി അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ, പക്ഷേ അത് നമ്മളെങ്ങനെ കണ്ടെത്തും? താൻ ടെൻഷൻ ആവാതെ, അതൊക്കെ നമുക്ക് കണ്ടെത്താം. ഒന്നും അറിയാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയെങ്കിലൊക്കെ അറിയാവുന്ന അവസ്ഥയിൽ എത്തിയില്ലേ? കേട്ടെടുത്തോളം അപ്പച്ചിയമ്മയും നല്ല സ്നേഹത്തിലായിരുന്നു. അതിൽ നിന്ന് ഇന്ന് അമ്മയുടെ പേരിൽ എന്നെ പോലും വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് എന്തെങ്കിലും വലിയൊരു കാരണം തന്നെ ഉണ്ടാവും. അത് കണ്ടെത്തിയാൽ മാത്രമേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ. അതെ, അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആരെങ്കിലും കണ്ടെത്താൻ പറ്റിയ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് എനിക്ക് തോന്നുന്നത്. യെസ്, അതാണ് ശരിയായ മാർഗം. ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയായിരിക്കണം. മുത്തശ്ശി നിർത്തിയ സ്ഥലത്ത് നിന്നും ഈ കഥ ആർക്കെങ്കിലും പൂർത്തിയാക്കാൻ സാധിച്ച നമ്മളെ ലക്ഷ്യത്തിലേക്ക് അടുത്തു എന്ന് ഉറപ്പിക്കാം. താൻ ധൈര്യമായിട്ടിരിക്കെ, വൈകാതെ അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടെത്തും. അതിന് ജോർജ് സാറിന് നമ്മൾ ഈസി ആയിട്ട് സഹായിക്കാൻ പറ്റും. അതെ, ഉടനെ ജോർജ് സാറിനെ കാണണം. ഹലോ അമ്മേ. അഷി, നീ എന്ത് ചെയ്യ? ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ എല്ലാരും എങ്ങനെയുണ്ട്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? തൽക്കാലം ഇല്ല, പക്ഷേ ഇനി എങ്ങനെയാവൂന്ന് പറയാൻ പറ്റില്ല. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞ? കല്യാണത്തിന്റെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയ കിളവനും കിളവി ഇവിടെയും ചെറിയ ഏഷണി കൂട്ടുന്നുണ്ട്. മോളെ എന്താന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ആ തള്ള പൃഥ്വിയുടെ അമ്മയോട് സംസാരിക്കുന്ന ഞാൻ കേട്ടു. അവര് പറയാ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും ഇവിടെ കേറ്റണ്ടെന്ന്. അവിടെയുള്ളവരാരും ഇവർക്ക് സഹകരിച്ചു പോകാൻ കൊള്ളാത്തവരാണെന്ന്. ആഹാ, അവരങ്ങനെ പറഞ്ഞോ? എല്ലാത്തിനും കാരണം ആ മരിച്ചു പോയവളും അവളുടെ മോളുവാ. ആ ജയശ്രീ മരിച്ചതിന്റെ കൂടെ ആ ദുർഗയും കൂടെ അങ്ങ് തട്ടിപ്പോയിരുന്നെങ്കിൽ നമുക്ക് ഈ നാണക്കേടൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഓരോരുത്തരും ചെയ്തു കൂട്ടുന്നതിന്റെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാനാ. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട. ഏതായാലും കല്യാണം കഴിഞ്ഞ് നീ അവിടെ കേറിയില്ലേ? ഇനി കാര്യങ്ങള് നിന്റെ കയ്യിലാക്കി എടുക്കേണ്ടത് നിന്റെ മിടുക്ക. അത് അത്ര എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കും. അതിനാദ്യം നീ നിന്റെ ഭർത്താവിനെ കൈവെള്ളയിലാക്കണം. നീ പറയുന്നതിനപ്പുറം അവനൊന്നും ചെയ്യില്ലാന്ന അവസ്ഥയിലേക്ക് അവനെ മാറ്റണം. പക്ഷേ പൃഥ്വി അങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഒന്നുമല്ല. അതൊക്കെ നിന്റെ തോന്നലാ. നിന്റെ അച്ഛനെ ഞാൻ മാറ്റിയെടുത്തത് നീ കണ്ടിട്ടുള്ളതല്ലേ? അതുപോലെ നിനക്കും പറ്റും. പൃഥ്വിയുടെ അമ്മ എങ്ങനെയുണ്ട്? അമ്മായിമ്മ പോര് വല്ലതും എടുക്കാൻ സാധ്യതയുണ്ടോ? അവർക്ക് ഈ കല്യാണത്തിനോടും എന്നോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അത് ആ മുഖത്തുനിന്ന് തന്നെ അറിയാം. അതൊന്നും നീ കാര്യമാക്കണ്ട. തൽക്കാലം ആരെയും പിണക്കണ്ട. എല്ലാവരെയും നൈസായിട്ട് കൈകാര്യം ചെയ്യണം. പൂർണിമയ്ക്കും ചന്ദ്രമതിക്കും ഒക്കെ നീ അവരുടെ സൈഡാണെന്ന് തോന്നണം. പൂർണിമ ചേച്ചി വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എന്നോട് വലിയ സ്നേഹമായിട്ടാ പെരുമാറുന്നത്. അത് മതി. പൂർണിമയെ കൊണ്ട് മാത്രമല്ല, നിന്നെ താല്പര്യമില്ലാത്ത നിന്റെ അമ്മായിമ്മയെ കൊണ്ട് പോലും നീയാണ് അവർക്ക് യോജിച്ച മരുമകളെന്ന് പറയിക്കണം. അവിടെയാ നിന്റെ മിടുക്ക്. അമ്മ ടെൻഷൻ ആവണ്ട, ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. ഞാൻ അമ്മയുടെ മോളല്ലേ. നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി